ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറും ഇന്നലത്തെ ന്യൂസ് പേപ്പറും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ന്യൂസ് ട്രീസ് ഇൻ കോർബറ്റ് ഫെൽ പ്രേ ടു ഗ്രീഡി നെക്സസ് സേസ് SC എന്ന് പറയുന്ന ന്യൂസ് ആണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെ കുറിച്ചാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉത്തരാഖണ്ഡിലാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ അനധികൃതമായിട്ട് ട്രീസ് വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ മറ്റു ചില പരിപാടികളൊക്കെ ചെയ്തു. അപ്പൊ അതിനെ സുപ്രീം കോടതി വിമർശിച്ചേക്കുന്നതാണ്. അപ്പൊ ആ ഒരു ന്യൂസിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പം യഥാർത്ഥത്തിൽ ഇത് നമ്മളുടെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നീട് കാര്യങ്ങളാണ്. അപ്പൊ അത് വളരെയധികം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇപ്പൊ NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പോലുള്ള സംഭവങ്ങൾ, പക്ഷെ അവരൊന്നും ഇതിലൊന്നും ഇടപെടുത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇടപെടണമെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊണ്ട് കേസ് കൊടുക്കണം. എന്തായാലും സുപ്രീം കോടതിയാണ് ഇതിപ്പം ഇതില് ഇത് പറഞ്ഞേക്കുന്നത്, ഒരു ഒബ്സർവേഷൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണെന്നുള്ള കാര്യം പഠിക്കണം. ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ. പിന്നീട് ഹൈദരാബാദ് മാൻ ഫോഴ്സ് ടു ഫൈറ്റ് ഫോർ റഷ്യ ലൂസസ് ലൈഫ് എന്നൊരു ന്യൂസ് കാണാം. അപ്പൊ അത് നമുക്കറിയാം, റഷ്യയിൽ ഇപ്പം യുക്രൈൻ അഗേൻസ്റ്റ് ആയിട്ട് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവരിൽ ചിലരൊക്കെ മരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് യുക്രൈന്റെ അതിർത്തിയിൽ വെച്ച് വേറൊരു ആള് മരിച്ച ന്യൂസ് നമ്മൾ വായിച്ചായിരുന്നു. ഇതിപ്പോ ഹൈദരാബാദുകാരനായിട്ടുള്ള ഒരാളാണ്. പിന്നെ അവിടെ ബാക്കി പൊളിറ്റിക്കൽ ന്യൂസുകളാണ് കൂടുതലും. താഴെ ഒരു ന്യൂസ് ഉണ്ട്. എൻഷുർ പാക് ഡസ് നോട്ട് ഡൈവേർട്ട് ലോൺസ് ടു ഫുഡ് ഡിഫൻസ് ബിൽസ് ഇന്ത്യ ടു IMF. ഇന്ത്യ IMF-നോട് പറഞ്ഞേക്കാണ് പാകിസ്ഥാന് കൊടുക്കുന്ന ഫണ്ടിങ്. പാകിസ്ഥാൻ ഫണ്ടിങ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ലോൺ. നമ്മളിപ്പോ IMF-ന്റെ ലോൺ ഒന്നും അങ്ങനെ എടുക്കുന്നില്ല. പക്ഷെ പാകിസ്ഥാൻ നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലാണ്. അവരുടെ എക്കണോമിക് ക്രൈസിസ് വളരെ രൂക്ഷമാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ രാജ്യങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ബാങ്ക് എന്ന് പറഞ്ഞാൽ IMF ആണ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ്. വാഷിംഗ്ടൺ DC ആണ്. അപ്പൊ ഈ പിന്നീട് വാഷിംഗ്ടൺ DC ആണ് IMF-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പൊ ഈ IMF-നെ പാകിസ്ഥാൻ അപ്രോച്ച് ചെയ്തു. അപ്പൊ കുറെ ലോൺസ് ഒക്കെ ഇടയ്ക്ക് കിട്ടിയായിരുന്നു. ഇനി ഫർദർ ആയിട്ട് ലോൺ കൊടുക്കുമ്പോൾ ഈ ലോൺ കൊടുക്കുന്നതിന് ഇന്ത്യക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല. സിൻസ് പാകിസ്ഥാൻ ഈസ് ഇൻ എ വെരി ഹെവി എക്കണോമിക് ക്രൈസിസ്, ഇന്ത്യ കനോട്ട് ഒപ്പോസ് ഗ്രാൻഡിങ് ലോൺ ടു ദം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഒപ്പോസ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഇതിലുള്ളത്, ഈ പൈസ അവർ ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആണല്ലോ അവർ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ഡിഫൻസ് പർപ്പസിന് വേണ്ടി ഡൈവേർട്ട് ചെയ്യുന്നില്ലെന്ന് IMF എൻഷുർ ചെയ്യണം എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ന്യൂസ് ആയിട്ട് അവിടെ കാണാം. ഓക്കെ. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജില് പൊളിറ്റിക്കൽ ന്യൂസ്, മുകളിലൊക്കെ ഉള്ള എല്ലാം പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. പിന്നെ ഇവിടെ സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. സുഖ്വീന്ദർ സിംഗ് സുഖു നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. അവിടെ ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ട്. അവിടുത്തെ കുറെ കോൺഗ്രസ്കാരനാണ് സുഖ്വീന്ദർ സിംഗ് സുഖു. അതുപോലെ നോർത്ത് ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ ഒരേ ഒരു കോൺഗ്രസ് ഗവൺമെന്റും ആണ് ഹിമാചൽ പ്രദേശിലുള്ളത്. പക്ഷേ ആ ഗവൺമെന്റ് വലിയൊരു ക്രൈസിസിലാണ്. അവരുടെ കുറെ MLA-മാർ പതുക്കെ കൂറുമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണത്. പിന്നെ NIA അനൗൺസസ് ക്യാഷ് റിവാർഡ് ഫോർ എ ടിപ്പ് ഓഫ് ഓൺ ബ്ലാസ്റ്റ് കേസ് അക്യൂസ്ഡ് ന്യൂസ് ആണ്. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഈ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ബംഗളൂരുവിൽ ഇപ്പോൾ ഒരു കഫേയിൽ ഉണ്ടായ ഒരു എക്സ്പ്ലോഷൻ ഇല്ലേ, അപ്പൊ അതൊരു തീവ്രവാദ കേസാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ആ പേജിലെ ന്യൂസുകൾ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ആവശ്യമുള്ളതൊന്നുമില്ല. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഫ്രീ ഓഫ് ഗിൽറ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ഫ്രീ ഓഫ് ഗിൽറ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാല്, ഇന്നലെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന സായിബാബ എന്ന് പറഞ്ഞൊരു കോളേജ് പ്രൊഫസർ പ്ലസ് ഒരു 3-4 ആൾക്കാർ, ഇവരെല്ലാവർക്കെതിരെ UAP ആണ് ചുമത്തിയിരുന്നത്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. പക്ഷേ UAP അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ചുമത്താനുള്ള കാരണം എന്താണ്? ഇന്ത്യയിലെ ബാൻഡ് ഓർഗനൈസേഷനായ മാവോയിസ്റ്റുകളുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷേ ഈ മാവോയിസ്റ്റുകളുടെ ആയിട്ടുള്ള ബന്ധം അവർക്കുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ, മറ്റു മെറ്റീരിയൽസ് അതെന്ന് വെച്ച് ഈ പ്രോസിക്യൂഷനെ പിന്നീട് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഹൈക്കോർട്ടാണ്. ഹൈക്കോർട്ട്
ബോംബെ ഹൈക്കോർട്ട് ഇവരെ കുറ്റവിമുക്തരാക്കി. പക്ഷേ ഇപ്പൊ അത് സുപ്രീം കോടതിയിൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് അപ്പീൽ പോയിരിക്കുകയാണ് അതിന്റെ അഗേൻസ്റ്റ് ആയിട്ട്. എന്തായാലും ഇത്തരത്തിലുള്ള കേസുകളിൽ ഇപ്പൊ 10 വർഷത്തോളമായിട്ട് ഈ സായിബാബയൊക്കെ ജയിലിൽ കിടക്കുകയാണ്. അപ്പോ ഈ UAPA ചുമത്തുമ്പോഴുള്ള കുഴപ്പം പലപ്പോഴും ജാമ്യം പോലും കിട്ടത്തില്ല. അപ്പൊ ഈ കേസുകളിലൊക്കെ ജാമ്യം പോലും കിട്ടാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തി UAPA ചുമത്തി ഇങ്ങനെയുള്ള ആൾക്കാർ അകത്തിടുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇൻ കേസ് സുപ്രീം കോടതിയും കൂടെ ഈ കേസ് ഈ അപ്പീൽ തള്ളി കളഞ്ഞാല് അവർക്ക് തിരിച്ച് അവരുടെ നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റും. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടത് 10 years ആണ്. മോർ ദാൻ 10 years അല്ല 10 years. 2014 കണ്ടാണ് അവർ അറസ്റ്റിലാവുന്നത്. അപ്പൊ അത് ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഹിന്ദുവിന്റെ എഡിറ്റോറിയലാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് വായിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോംപ്രിഹെൻഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് വായിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ സ്ലോ ആൻഡ് അൺസ്റ്റഡി എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് ആക്ച്വലി ഇത് ഒരു റീജിയണൽ ന്യൂസ് മാത്രമാണ്. തമിഴ്നാട്ടിലെ കുറച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ എഡിറ്റോറിയലുകൾ വായിക്കേണ്ടത് നമ്മളുടെ ന്യൂസ് വാല്യൂവിനപ്പുറം നമുക്ക് മറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു എക്സാമിലെ പോർഷൻ ഇമ്പ്രൂവ് ആകുക എന്നുള്ള ലക്ഷ്യം കൂടി കൊണ്ട് വായിക്കുന്നുണ്ട്. ഇതും വായിക്കുക. ഇത് തമിഴ്നാട്ടില് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ K. പൊന്മുടി എന്ന് പറയുന്ന മിനിസ്റ്റർ, അയാളെ ഒരു കറപ്ഷൻ കേസിൽ കോടതി അയാൾ കറപ്റ്റ് ആണെന്ന് വിധിച്ചിരിക്കുന്നു. മദ്രാസ് ഹൈക്കോർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പം മദ്രാസ് ഹൈക്കോർട്ടിന്റെ ഓർഡറിൽ അയാൾ കൺവിക്റ്റഡ് ആണ്. അപ്പൊ അത് പ്രകാരം ആ ഒരു കൺവിക്ഷൻ വെച്ച് തന്നെ പുള്ളിക്ക് മിനിമം 3 വർഷം ഇംപ്രിസൺമെന്റ് കിട്ടാവുന്ന ഒരു കേസിൽ ഇതാണ് അവർ ചുമത്തിയേക്കുന്നത്. അപ്പൊ 3 years അതിൽ കൂടുതലോ ഇംപ്രിസൺമെന്റ് കിട്ടിയാൽ ആ ഒരു MLA അല്ലെങ്കിൽ MP ഡിസ്ക്വാളിഫൈഡ് ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഈ പൊന്മുടിക്ക് 3 years കിട്ടുന്നു. അപ്പം അയാൾ മിനിസ്റ്ററുമാണ്. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ MLA ആണ്. അപ്പോ സെക്ഷൻ 8(1) ഓഫ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951 വെച്ചാണ് അയാളെ ഇപ്പോ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയേക്കുന്നത്. അപ്പൊ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആവേണ്ടതാണ്. പക്ഷെ ഇതുവരെയ്ക്കും തമിഴ്നാട്ടില് പിന്നീട് അവിടുത്തെ സംവിധാനം ഇയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് അവര് അയാൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ല, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വേക്കൻസി ഉണ്ടെന്ന് നോട്ടിഫൈ ചെയ്യണം. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വേക്കൻസി ഉണ്ടെന്ന് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാലേ പിന്നീട് അവിടെ ഇലക്ഷനൊക്കെ നടത്താൻ പറ്റും. പക്ഷെ അതിലൊക്കെ കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥ അവർ കാണിക്കുന്നു. അപ്പൊ അതെന്തുകൊണ്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് ഈ രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അയാളെ ഡിസ്ക്വാളിഫൈഡ് ആവേണ്ടതാണ്. ഈ കുറ്റക്കാരനെന്ന് കണ്ടെത്തി 3 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടുന്ന വകുപ്പാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഡിസ്ക്വാളിഫൈഡ്. അതാണ് ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത്. പിന്നെ അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഈ ന്യൂസുകൾ നമുക്ക് വേണ്ട. അതിനടുത്ത പേജിൽ പോവാം. ആൻഡ് ആർ ലെജിസ്ലേറ്റേഴ്സ് ഇമ്മ്യൂൺ ടു ബ്രൈബറി ചാർജസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് എഡിറ്റോറിയലല്ല, ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലെ ഒരു ആർട്ടിക്കിളാണ്. ആർ ലെജിസ്ലേറ്റേഴ്സ് ഇമ്മ്യൂൺ ടു ബ്രൈബറി ചാർജസ്. ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, നമ്മളെ ഇന്ത്യയിലെ പൊതു പ്രവർത്തകർ, എസ്പെഷ്യലി MLA-മാരും MP-മാരും ഒക്കെ, നമ്മുടെ പൊളിറ്റീഷ്യൻസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ്, അതിനകത്ത് അവര് ക്വസ്റ്റ്യൻ ചോദിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ബ്രൈബ് അങ്ങനെ വാങ്ങിയാൽ ആ ബ്രൈബ് വാങ്ങിയതിന്റെ പേരിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 105(2) എന്ന് പറയുന്ന 105(2) എന്ന് പറയുന്നത് വകുപ്പ് പ്രകാരം MP-മാർക്കും 194, ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളാണ്, 2 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം ആർട്ടിക്കിൾ പ്രകാരം MLA-മാർക്കും പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പണ്ട് സുപ്രീം കോടതി വിധിച്ചിരുന്നത്. അപ്പൊ ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ MP-മാരൊക്കെ ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം ഇപ്പൊ ഈ ഇടയ്ക്ക് മഹോ മൈത്രയുടെ കേസൊക്കെ ഞാൻ പറഞ്ഞു, നിരഞ്ജൻ ഹിരന്താനി, അങ്ങനെ ദർശൻ ഹിരന്താനി, അങ്ങനെ എന്തോ ആണ്, ഹിരന്താനി എന്ന് പറയുന്ന ഒരു വ്യവസായി ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ കുറെ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊണ്ടാണ് അവർ ഇന്ത്യൻ പാർലമെന്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് ഉള്ളത് കേസ് വന്നു. അപ്പൊ അന്ന് പത്രത്തിൽ ഹിന്ദുവിൽ വായിച്ച എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ കാശ് വാങ്ങി ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു ശിക്ഷ അവർക്ക് കിട്ടത്തില്ല, അതിൻ്റെ കുറ്റകരമല്ലെന്ന്. അതാണ് ഇന്നലെ സുപ്രീം കോടതി എടുത്ത് മാറ്റിയത്. അങ്ങനെ കാശ് വാങ്ങിക്കഴിഞ്ഞാൽ അത് ബ്രൈബാണെന്നും ബ്രൈബ് വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഒന്നും MLA-മാർക്ക് MP-മാർക്ക് മാത്രം കിട്ടത്തില്ലെന്നും അതുകൊണ്ട് ഇനി മുതൽ അവര് ഇതിനെല്ലാം ലയബിൾ ആണെന്നും ആണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതിനടിസ്ഥാനമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഈ പറഞ്ഞ ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ആ പേജിലുള്ളത്.
ഇനി അതിനടുത്ത പേജ് വേണ്ട, അതിൻ്റെ അടുത്ത പേജ് പോകുമ്പോൾ ഇതിന്റെ പൊളിറ്റിക്കൽ ന്യൂസുകൾ അല്ലാത്ത ന്യൂസുകൾ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ PM ലോഞ്ചസ് ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ ലൈൻ ഇൻ കൊൽക്കത്ത എന്നൊരു ന്യൂസ് കാണാം. അപ്പൊ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്നലെ കൊൽക്കത്തയിലെ ഒരു മെട്രോ സംവിധാനം, കൊൽക്കത്തയിൽ ഓൾറെഡി മെട്രോ സംവിധാനം ഉണ്ട്, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഇനാഗുറേറ്റ് ചെയ്തു. അതിന്റെ പ്രത്യേകതയുണ്ട്, ഇന്ത്യയുടെ ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ ലൈനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കൊൽക്കത്തയിൽ ഹൂഗ്ലി നദി, ഈ ഹൂഗ്ലി റിവറിന്റെ അണ്ടറിൽ കൂടെയാണ് ഇതിന്റെ എസ്പ്ലനേഡ് ഹൗറ മൈതാൻ എന്ന് പറയുന്ന ആ ഒരു ലൈൻ പോകുന്നത്. എസ്പ്ലനേഡ് ESPLANADE എസ്പ്ലനേഡ് ഹൗറ മൈതാൻ. എസ്പ്ലനേഡിനെയും ഹൗറ മൈതാനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഹൗറ മൈതാൻ. ഇത് ഹൂഗ്ലി റിവറിന്റെ, ഹൂഗ്ലി അല്ല ഹൂഗ്ലി, HOOGLY, ഹൂഗ്ലി റിവറിന്റെ അടിയിൽ കൂടിയാണ് ഇത് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ അത് അങ്ങനെ ഇന്ത്യയിലെ ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ ലൈനായിട്ട് ഈ പറഞ്ഞ എസ്പ്ലനേഡ് ഹൗറ മൈതാൻ എന്ന് പറയുന്ന കൊൽക്കത്ത മെട്രോയിലെ ഒരു സെക്ഷൻ മാറി. അതുപോലെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇനാഗ്രേറ്റ് ചെയ്തു. അതാണ് ആ ന്യൂസ്. അതുപോലെ പന്നുൻ ഇവന്റെയൊക്കെ കാര്യം വെറുതെ പറഞ്ഞ് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. ഇയാളെ പേരിലാണ് ഇന്ത്യയും US തമ്മിൽ പ്രോബ്ലം. എന്നിട്ട് ഇയാൾ ഇന്നലെ ഇന്ത്യയുടെ കാനഡയിലെ ഹൈ കമ്മീഷണർ, കാനഡയുടെ അംബാസിഡർ എന്ന് പറയത്തില്ല, കാനഡയും ഇന്ത്യയൊക്കെ കോമൺവെൽത്ത് നേഷൻസിലെ മെമ്പേഴ്സ് ആണ്. ഈ കോമൺവെൽത്ത് നേഷൻസിലെ മെമ്പേഴ്സ് പരസ്പരം, കോമൺവെൽത്ത് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് പരസ്പരം സെൻഡ് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ്സിന് ഹൈ കമ്മീഷണേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് കാനഡിയൻ ഹൈ കമ്മീഷണറുടെ പേര് സഞ്ജയ് കുമാർ വർമ്മ എന്നാണ്. കനഡിയൻ ഹൈ കമ്മീഷണർ, ഇന്ത്യൻ ഹൈ കമ്മീഷണർ ടു കാനഡ, അതാണ് സഞ്ജയ് കുമാർ വർമ്മ. ഇങ്ങനെ മാൻഹാൻലി എന്നുള്ള രീതിയിലാണ് ഈ പോസ്റ്റേഴ്സ് പുറപ്പെടുവിച്ചേക്കുന്നത്. ഈ ഗുർപന്ത് സിംഗ് പന്നുൻ എന്ന് പറയുന്ന ആള്, ഇയാളെ കില്ല് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു എന്നുള്ള പേരിലാണ് US ഇന്ത്യയും തമ്മിൽ ഇടയ്ക്ക് വെച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായത്. ഇവനെ കില്ല് ചെയ്യല്ല, അവനെ യഥാർത്ഥത്തിൽ വെട്ടി എറിഞ്ഞ് കളയാണ് വേണ്ടത്. ഇവരെ കുറിച്ചുള്ള ന്യൂസ് ഡിസ്കസ് ചെയ്യുന്ന തന്നെ കഷ്ടമാണ്. പക്ഷെ ഞാൻ ഇത് പറയാൻ കാര്യം സഞ്ജയ് കുമാർ വർമ്മയുടെ പേരെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അവനൊക്കെ മനുഷ്യാവകാശത്തിന്റെ പേരും പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യാൻ കുറെ ആൾക്കാർ. ഓക്കെ, പിന്നെ 100 റാലി ഇൻ ലഡാക്ക് സീക്കിംഗ് സ്റ്റേറ്റ്ഹുഡ് 6th ഷെഡ്യൂൾ ഇൻക്ലൂഷൻ. അത് ഞാൻ അതൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ലഡാക്കിനെ യൂണിയൻ ടെറിട്ടറി ആക്കിയതും, അപ്പൊ അവർക്ക് ഇനിയിപ്പോ സ്റ്റേറ്റ്ഹുഡ്, അവർക്ക് സംസ്ഥാന പദവി തിരിച്ചു വേണമെന്നും ഒപ്പം അവരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6th ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ലഡാക്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഓരോരോ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇന്നലെ അതിന്റെ പേരിൽ വലിയൊരു റാലിയൊക്കെ അവിടെ നടന്നതിനെ കുറിച്ചാണ് ന്യൂസ്. അതിനടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ പോകുമ്പോൾ ഈ പേജിൽ ഫുള്ളി പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, ഒന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. അതിന്റെ അടുത്ത പേജിൽ പോവാം. നേവി കമ്മീഷൻസ് INS ജഡായു. ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട. താഴെ MH-60R ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ എന്നൊരു സംഭവം ഉണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് INS ജഡായു ആണ്. INS ജഡായു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പുതിയ നേവൽ ബേസ് ആണ്. The Indian Navy on Wednesday commissioned INS ജഡായു at മിനിക്കോയ് ഐലൻഡ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ INS ജഡായു എന്ന് പറയുന്ന ഇന്ത്യയുടെ പുതിയ നേവൽ ബേസ്, ഒരു സ്മോൾ നേവൽ ബേസ് ആണ്. എവിടെയാണ് സ്ഥാപിതമായിരിക്കുന്നതാണ്? സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ലക്ഷദ്വീപിലെ മിനിക്കോയ് ഐലൻഡിലാണ്. ഇത് ഭാവിയിൽ മാൽദീവ്സിന് പകരമായിട്ട് മാൽദീവ്സിന് നമ്മൾ ഇത്രയും പാമ്പർ ചെയ്ത് എന്തിനാണ്? നമുക്ക് അവിടെ ഒരുപാട് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഉണ്ട്. എസ്പെഷ്യലി മാൽദീവ്സ് ഒരു വളരെ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ ഏതാണ്ട് അതിനടുത്ത് കിടക്കുന്നതാണ് നമ്മുടെ ലക്ഷദ്വീപിലെ മിനിക്കോയിലെ ഈ ഒരു സംഭവം, ഈ ഒരു പുതിയ ബേസ് ഇന്ത്യൻ നേവിയെ കൂടുതൽ നല്ല രീതിയിൽ അവിടെ 6 ഡിഗ്രി ചാനലിന് അടുത്തായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഐലൻഡ് കിടക്കുന്നത്. അപ്പൊ അതുവഴി ഒരുപാട് കപ്പൽ ഗതാഗതമൊക്കെ നടക്കുന്നതാണ്, ഷിപ്സ് ട്രാഫിക് ഒക്കെ നടക്കുന്നതാണ്. അപ്പൊ അത് കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് അവിടെ സർവേലൻസിനും എല്ലാം പറ്റും. അതുകൊണ്ടാണ് മിനിക്കോയിൽ ഇങ്ങനെ ഒരു ഇത് വരുന്ന INS ജഡായു എന്നുള്ള പേരിൽ. INS ജഡായു ഇസ് ദ ബിഗിനിങ് ഓഫ് എ ഫേസ്ഡ് എക്സ്പാൻഷൻ പ്ലാൻ. ആദ്യം ചെറിയ രീതിയിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫേസ്ഡ് എക്സ്പാൻഷൻ പ്ലാൻ ആണ് അവിടെ പ്ലാൻ ചെയ്യുന്നത്. To strengthen India's surveillance and security posture in the strategically located islands close to the 9-degree channel. ഏതാണ് 9-degree channel and critical sea lines of communication എന്നും പറഞ്ഞൊക്കെ ഒരു ന്യൂസ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ
കൊച്ചി നമ്മളുടെ നേവൽ ബേസിൽ MH-60R ഹെലികോപ്റ്ററിന്റെ ഒരു പുതിയ സ്ക്വാഡ്രനെയും കൊണ്ടുവന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ഇന്ത്യയുടെ നേവൽ ചീഫ് പങ്കെടുത്തു. ഇന്ത്യയുടെ അപ്പൊ ഇത് INS ജഡായു എന്നാണ് പേര്, ഓർത്ത് വെച്ചേക്ക. INS ജഡായു, മിനിക്കോയിലെ ഇന്ത്യയുടെ ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന നേവൽ ബേസിന്റെ പേരാണ് INS ജഡായു. പിന്നീട് നമ്മളുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അല്ലെങ്കിൽ നേവിയുടെ ചീഫ് അഡ്മിറൽ R ഹരികുമാർ. ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ R ഹരികുമാർ. പിന്നെ പ്രസന്റ് സംഗീത് നാടക് അക്കാദമി അവാർഡ്സ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. നമ്മൾ സംഗീത നാടക അക്കാദമി അറിയാമല്ലോ, നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ സംഗീത നാടക അക്കാദമി. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1952 ഈ അവാർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1952 1952 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഇന്ത്യയിലെ പിന്നീട് ഈ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളെയും അതുമായിട്ട് ബന്ധപ്പെട്ട പെർഫോമിംഗ് ആർട്സുകളെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എമിനന്റ് പേഴ്സണാലിറ്റീസിനെയൊക്കെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് സംഗീത് നാടക അക്കാദമി അവാർഡ്സ് വരുന്നത്. അതിൽ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ സംഗീത് നാടക അക്കാദമി ഫെലോഷിപ്പ് ആണ്, അല്ലെങ്കിൽ അതിന് അക്കാദമി രത്ന എന്ന് പറയും. അക്കാദമി രത്ന ഏറ്റവും വലിയ അവാർഡ് അക്കാദമി രത്ന അല്ലെങ്കിൽ സംഗീത് നാടക അക്കാദമി ഫെലോഷിപ്പ് എന്ന് പറയും. അത് 3 lakhs rupees ആണ്. പിന്നെ സൈറ്റേഷനൊക്കെ കിട്ടും. ഓക്കെ, സാധാരണ വെറും ഒരു അക്കാദമി അവാർഡ് ആണെങ്കിൽ 1 lakh rupees ആണ് അതിന്റെ പ്രൈസ്. ഇത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഓക്കെ, അപ്പോ ആ പേജിൽ അത്രയേ ഉള്ളൂ. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പം ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു കാര്യം ഉറപ്പാണ്. US-ന്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഈ വർഷമാണ് US-ന്റെ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്നത്. റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് പിന്നീട് നമ്മളുടെ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും. ജോയ് ബൈഡൻ ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് ആയിരിക്കും. മിക്കവാറും ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ട്രംപ് അവിടെ പ്രസിഡന്റ് ആയിട്ട് തിരിച്ചുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്ന റഷ്യ ആഡ്സ് ചെസ് ലെജൻഡ് കാസ്പറോവ് ടു ലിസ്റ്റ് ഓഫ് ടെററിസ്റ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് എന്നൊരു ന്യൂസ് കാണാം. ഇയാള് ഗാരി കാസ്പറോവ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെസ് എന്ന് പറഞ്ഞാൽ പുള്ളിയായിരുന്നു, ഗാരി കാസ്പറോവ്. വിശ്വനാഥൻ ആനന്ദൊക്കെ തന്നെ ആകപ്പാട് ഒരു തവണ എങ്ങാണ്ടേ ഗാരി കാസ്പറോവിന് തോപ്പിച്ചിട്ടുള്ളൂ. ഗാരി കാസ്പറോവ് ഇവിടെ എഴുതിയിട്ടുണ്ട്, കാസ്പറോവ് എന്ന്, KASPAROV, ഗാരി കാസ്പറോവ്. പക്ഷേ ഗാരി കാസ്പറോവ് പിന്നീട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വലിയൊരു ക്രിട്ടിക്കായിട്ട് മാറുകയും യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ പുടിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അയാളെ ടെററിസ്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു ഗാരി കാസ്പറോവിനെ. ഗാരി കാസ്പറോവ് എന്ന് പറഞ്ഞാൽ ചെസ്സിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ബോബി ഫിഷർ കഴിഞ്ഞാൽ, ബോബി ഫിഷർ ഒരു അമേരിക്കക്കാരനായിരുന്നു. ചെസ്സിലെ ഏറ്റവും വലിയ പ്ലെയർ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ബോബി ഫിഷർ ആണ്. ബോബി ഫിഷർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാക്കിയ ആളാണ് ഗാരി കാസ്പറോവ്. ഓക്കെ, പിന്നെ ഡിഫൻസ് ഡീൽ വിത്ത് ചൈന വിൽ ഫെച്ച് നോൺ ലീതൽ വെപ്പൺസ് ഫോർ മാൽദീവ്സ് എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. മാൽദീവ്സ് ചൈനയായിട്ട് ഡിഫൻസ് ഡീൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് കിട്ടാനുള്ള കിട്ടിക്കോളും. അപ്പൊ എന്തായാലും ആ ഒരു ന്യൂസ് അവിടെ കാണാം. പിന്നെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ റെസ്പോൺസിബിൾ ഫോർ സ്റ്റാമ്പേഡ് ഓഫ് 2021 പ്രോബ്. ഇസ്രായേലിൽ സ്റ്റാമ്പേഡ് ഉണ്ടായി. ആ സ്റ്റാമ്പേഡിൽ കുറെ ആൾക്കാർ ഏതാണ്ട് 49 പേരെങ്ങാണ്ട് മരിച്ചുപോയി. 45 പേര്. ഇപ്പോഴല്ല, 2021. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് അതിന് റെസ്പോൺസിബിൾ എന്നാണ് അതിന്റെ പ്രോബ് ഏജൻസിയുടെ കണ്ടെത്തൽ. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു അല്ലെ? ബെഞ്ചമിൻ നെതന്യാഹു. പിന്നെ ഫിലിപ്പൈൻസും ചൈനയും തമ്മിലുള്ള പ്രോബ്ലംസ്, സൗത്ത് ചൈന സീൽ, അതെപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം തന്നെ. പിന്നെ വിത്ത് 8565 dead, UN says 2023 was the deadliest year in a decade for migrants. മൈഗ്രൻസ് അറിയാലോ, നമ്മളെ ഇന്ത്യക്കാരും ഒരുപാട് മൈഗ്രൻസ് ആയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോകാറുണ്ട്. കാര്യം മനസ്സിലായല്ലോ അല്ലെ? പിന്നെ ഈ യുക്രൈൻ റഷ്യ വാറിലൊക്കെ യുക്രൈന്റെ ബോർഡറിൽ ചെന്ന് റഷ്യൻ പട്ടാളത്തിന് സഹായിക്കാൻ ഇന്ത്യക്കാർ പോവേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഇന്നലെ നമുക്കറിയാം ഒരു മലയാളി കൊല്ലംകാരൻ നമ്മളുടെ ലെബനനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ അറ്റാക്കിൽ ഇസ്രായേൽ ലെബനൻ ബോർഡറിൽ വെച്ച് കില്ല് ചെയ്യപ്പെട്ടു. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണ് അവിടെ ഹിസ്ബുള്ള ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ലെബനന്റെ ബോർഡറിലൊക്കെ പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. ബട്ട് സ്റ്റിൽ ഇന്ത്യൻ പീപ്പിൾ ആർ ഗോയിങ് ദർ ആൻഡ് ഡൂയിങ് ജോബ്സ്.
അവരെ വിത്തൗട്ട് കെയറിങ് ദെയർ ലൈഫ്. ഇത് എന്തുകൊണ്ടാണ് നമ്മളെ അത്രയും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇന്ത്യയിലെ പല ആൾക്കാരും അനുഭവിക്കുന്നത് കൊണ്ടാണ് ജീവൻ പണയം വെച്ച് അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഇന്ത്യക്കാരും ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടൊക്കെ അടുത്ത് പോകുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് ലിബിയയിൽ നിന്നും സിറിയയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഈ റോഹിംഗ്യ മുസ്ലിംസും ഒക്കെ പല രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ മരിക്കുന്നത്. യുഎന്നിന്റെ ഒരു കണക്കാണ്. യുഎൻസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ അവരുടെ 2023 റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട് ബിസിനസ് പേജില്. എന്താണെന്ന് വെച്ചാൽ RBI directs card issuers to let customers choose card network. RBI directs card issuers to let customers choose card network. നല്ല കാര്യം ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോയി ഒരു കാർഡ്, നമുക്ക് എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന കാർഡ് അവർക്ക് ഇഷ്ടപ്പെട്ടാണ് തരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് റിക്വസ്റ്റ് കൊടുത്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട തരുമായിരിക്കാം, അല്ലെങ്കിൽ നോർമലി അവർക്ക് ഇഷ്ടമുള്ള കാര്യം. ഈ ബാങ്കുകൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോൺ ബാങ്കിങ് കമ്പനീസോ എന്തോ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം മിക്കവാറും ഏതെങ്കിലും ഒരു ഈ കാർഡ് ഇഷ്യൂയിങ് കമ്പനിയുമായിട്ട് അവർക്ക് ഒരു ടൈപ്പ് കാണും, ഒരു എഗ്രിമെന്റ് കാണും. ആ എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ അവരെപ്പോഴും അതാ കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇനി മുതൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ബൈൻഡിങ് എഗ്രിമെന്റിലൊന്നും ഇവരൊന്നും പോയി എൻഗേജ് ചെയ്യാൻ പാടില്ല. നമുക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള അവകാശം കൊടുക്കണം എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്റ്റീവ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ മെയിനായിട്ട് അമേരിക്കൻ എക്സ്പ്രസ്, ഡൈനേഴ്സ് ക്ലബ്ബ്, മാസ്റ്റർ കാർഡ്, നമ്മുടെ റുപ്പേ, വിസ, ഇതൊക്കെയാണ് നമ്മളിവിടെ ഉള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയെ ഇതായിട്ട് ഈ ബാങ്കുകളൊക്കെ ടൈപ്പ് ആയിട്ട് നമുക്ക് കാർഡ് ഇഷ്യൂന്ന സമയത്ത് ആ കാർഡേ തരുള്ളൂ. പക്ഷെ അങ്ങനെ അല്ല ഇനി ചെയ്യേണ്ടതെന്ന് നിയമം വന്നേക്കാണ്. നിയമമല്ല, RBI ഡയറക്റ്റീവ് വന്നേക്കാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഡയറക്റ്റഡ് കാർഡ് ഇഷ്യൂവേഴ്സ് വിച്ച് ഇൻക്ലൂഡ് ഓതറൈസ്ഡ് പേയ്മെന്റ് സിസ്റ്റം പ്രൊവൈഡേഴ്സ്, banks and non-banks not to enter into any arrangement or agreement with card networks that restrains them from availing the service of other card networks. നമ്മൾക്കൊരു സെലക്ഷനുള്ള ചോയ്സ് കിട്ടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത്രയാണ് ഈ പേജിലുള്ളത്. പിന്നെ ഇവിടെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. പൈലറ്റ് ഷോർട്ടേജ് ടു ഗെറ്റ് ഡിലേസ്, ബഫറ്റ് വിസ്താരാസ് മെർജർ വിത്ത് AI. വിസ്താര എന്ന് പറയുന്നത് ടാറ്റയുടെ എയർലൈൻ ആണ്. വിസ്താര അത് ടാറ്റയുടെ എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ടാറ്റയും സിംഗപ്പൂർ എയർലൈൻസും കൂടെ ചേർന്നാണ്. സിംഗപ്പൂർ എയർലൈൻസും ടാറ്റയും ചേർന്നുള്ള ജോയിന്റ് വെഞ്ചറാണ് വിസ്താര. പക്ഷെ വിസ്താരയെ എയർ ഇന്ത്യ ആയിട്ട് മെർജ് ചെയ്യാൻ പോയാണ്. അതാണ് ആ ന്യൂസ്. OPEC expects Indian oil imports to rise again. ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഓയിൽ ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പം ഓയിൽ വിപണിയെ പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ ഓയിൽ ഡിമാൻഡ് ഉയർന്നുകൊണ്ടിരിക്കുക. നല്ലതാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഡിസ്കൗണ്ട് ഒക്കെ പല രാജ്യങ്ങളും ഓഫർ ചെയ്യുന്നത്. മുമ്പ് ഇന്ത്യക്ക് ഡിസ്കൗണ്ട് ഒന്നും ആരും ഓഫർ ചെയ്യില്ല. നൗ ഇന്ത്യ ഈസ് കൺസ്യൂമിങ് മോർ ഓയിൽ അല്ലെങ്കിൽ ഗ്യാസ് ആസ് കമ്പയർഡ് ടു ഓൾമോസ്റ്റ് ഓൾ അവർ കൺട്രീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഇന്ത്യ ഹാസ് ദ പൊട്ടൻഷ്യൽ ടു നെഗോഷിയേറ്റ് ബെറ്റർ പ്രൈസ് വിത്ത് ഈ സെല്ലേഴ്സ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് ഇപ്പൊ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒപെക്കിന്റെ ഒരു എക്സ്പെക്ടേഷൻ ആണ്. ഒപെക് എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഒപെക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്നയാണ്, ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്ന. അപ്പൊ അവർ ഇന്ത്യയെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ പറഞ്ഞേക്കാണ്. ഇനി സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ഈ പേജിൽ ഒന്നും തന്നെ പറയാനുള്ള കാര്യം, ഇന്ത്യയുടെ പുതിയ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. അതിൽ അശ്വിൻ, ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഇപ്പോഴത്തെ സ്പിൻ ബൗളറായ അശ്വിൻ 100ാം ടെസ്റ്റ് കളിക്കാൻ പോവാണ്. 99 ടെസ്റ്റ് കളിച്ച് നിൽക്കുകയാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് അത് മാത്രമാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതിനടുത്ത പേജ് പോകുമ്പോൾ രഞ്ജി ട്രോഫി ഫൈനൽ ആരൊക്കെ തങ്ങളിലാണെന്ന് ഉറപ്പായി. രഞ്ജി ട്രോഫി ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആണ് ഇൻ ദ ടെസ്റ്റ് ഫോർമാറ്റ്. ആൻഡ് ഓൾറെഡി മുംബൈ ഫൈനലിൽ എൻ്റർ ചെയ്തായിരുന്നു. ഇന്നലെ വിദർഭയും ഫൈനലിൽ എൻ്റർ ചെയ്തു. Now the final will be between Mumbai and Vidarbha. മുംബൈ വിദർഭയും തമ്മിലായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് ആ പേജിലെ ന്യൂസുകൾ. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുന്നു. അതിനടുത്ത ന്യൂസ് പേപ്പറിലേക്ക് പോകുന്നു. ഇന്നലത്തെ ന്യൂസ് പേപ്പർ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ ഇതിനെ കുറിച്ചാണ്. HC accuses DU എക്സ് പ്രൊഫസർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എക്സ് പ്രൊഫസർ സായിബാബ, മറ്റ് 5 പേര്, സായിബാബ ഇയാളാണ്, പിന്നെ മറ്റ് 5 പേരെയും മാവോയിസ്റ്റ് ലിങ്ക് എന്റെ പേരിൽ UAPI അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ചുമത്തി ജയിലിലിട്ടിരുന്നത് അവരെ അക്യൂട്ട് ചെയ്തേക്കാണ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. HC മുംബൈ
മുംബൈ ഹൈക്കോർട്ടാണ്, ബോംബെ ഹൈക്കോർട്ട്, അതിന്റെ നാഗ്പൂർ ബെഞ്ചാണ്. അവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കിവിടെ കേരള ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ എറണാകുളത്തല്ലേ ഉള്ളൂ, അല്ല അതിന്റെ ബെഞ്ച് തിരുവനന്തപുരത്തില്ലല്ലോ. പക്ഷെ അവിടെ അങ്ങനെ ഉണ്ട്, പല സ്ഥലങ്ങളിലും ബെഞ്ചുണ്ട്. അതുപോലെ SC dismisses money laundering case against ശിവകുമാർ എന്നൊരു ന്യൂസ് ഉണ്ട്. ശിവകുമാർ ഈസ് ദ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക, DK ശിവകുമാർ. And ED Enforcement Directorate has registered a money laundering case against him in 2018. അതില് അത് പക്ഷേ ആ കേസ് സുപ്രീം കോടതി ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതാ ന്യൂസ്. മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഫോംസ് ഓഫ് ഇല്ലിസിറ്റ് മണി ട്രാൻസാക്ഷൻ, എല്ലാ രീതിയിലുള്ള തെറ്റായിട്ടുള്ള മണി ട്രാൻസാക്ഷൻസ് മണി ലോണ്ടറിംഗിന്റെ പരിധിയിൽ വരും. മണി ലോണ്ടറിംഗിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ നിയമമാണ് PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറയുന്നത്. പിന്നെ വേറെ ന്യൂസ് ഒന്നും നമുക്ക് ആവശ്യമുള്ളൊന്നുമില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ വേറെ ന്യൂസുള്ള നിതീഷ് ഫയൽസ് പേപ്പേഴ്സ് ഫോർ റീ ഇലക്ഷൻ ആസ് MLC എന്നൊരു ന്യൂസ് കാണാം. MLC എന്താണ്? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. കേരളത്തിൽ ഇല്ല അത്. കേരളത്തില് MLA ഉള്ളൂ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയേ ഉള്ളൂ. ഇവിടെ കേരളം ബൈക്യാമറൽ സിസ്റ്റം ഉള്ള സ്റ്റേറ്റ് അല്ല. ഇവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിലെ മെമ്പറിന് MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയും. രണ്ടാമത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതിലെ മെമ്പറിന് MLC, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയും. ബീഹാർ അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ആന്ധ്ര, കർണാടക പോലുള്ള സ്റ്റേറ്റുകൾക്കെല്ലാം, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകൾക്ക്, UP പോലുള്ള സ്റ്റേറ്റുകൾക്ക്, അവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഈ അപ്പർ ഹൗസും ലോവർ ഹൗസും ഉണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ഓക്കെ, അപ്പോ അതൊന്നും അറിഞ്ഞിരിക്കുക. ഇനി വേറെ ഈ പേജിൽ മിക്കവാറും എല്ലാ രാഷ്ട്രീയ ന്യൂസുകളും ഇവിടെ ഒന്നും പറയാനൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോ അതിനടുത്ത പേജിലൊന്നുമില്ല. അതിൻ്റെ അടുത്ത പേജിൽ പോവാം. അതിൻ്റെ അടുത്ത പേജിൽ പോകുമ്പോ ഇതാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ കാര്യം. ഇന്നലത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയലൊക്കെ അതിനെ കുറിച്ച് ഡീപ് പ്രിവിലേജിങ് ബ്രൈബ് എന്ന് പറയുന്ന സംഗതി. അത് ഞാൻ 2 തവണ പറഞ്ഞതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മളുടെ ഈ പഴയ ഒരു കേസിന് അന്ന് സുപ്രീം കോടതിയുടെ വിധി തന്നെ തെറ്റൊന്നുമില്ല, ബ്രൈബ് മേടിക്കാന്നായിരുന്നു MP-മാർക്കും MLA-മാർക്കും ഒക്കെ. അതിന് ഉള്ള പ്രൊട്ടക്ഷൻ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 194-ലും ആർട്ടിക്കിൾ 105-ലും, ആർട്ടിക്കിൾ 105-ൽ MP-മാർക്കും ആർട്ടിക്കിൾ 194-ൽ MLA-മാർക്കും ഉണ്ടെന്നൊക്കെയാണ് അവർ വ്യാഖ്യാനിച്ചിരുന്നത് 98-ല് വിധി വന്നപ്പോൾ. പക്ഷെ അതിനെ അവരിപ്പോ റിവ്യൂ ചെയ്ത് അത് തെറ്റായി പോയി. യഥാർത്ഥത്തിൽ MP-മാർക്കെതിരെ എല്ലാം കേസ് എടുക്കണം, ബ്രൈബ് വാങ്ങിയാൽ അത് കറപ്ഷൻ തന്നെയാണെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്നത്. അതാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ലോ ആൻഡ് ഡിസോർഡർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ലോ ആൻഡ് ഡിസോർഡർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ മണിപ്പൂരിനെ കുറിച്ചാണ്. മണിപ്പൂരിൽ ഒരു കമ്മ്യൂണിറ്റി മോശമല്ല. മൈറ്റി കമ്മ്യൂണിറ്റി ആയിരുന്നാലും കുക്കി കമ്മ്യൂണിറ്റി ആയിരുന്നാലും ഈ 2 കമ്മ്യൂണിറ്റീസിന്റെയും എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരാണെന്ന് മണിപ്പൂരിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന. പോലീസിനോ പട്ടാളത്തിനോ ഒന്നും ഒരു റൂളും ഇല്ല. അവിടുത്തെ നോർമൽ ലൈഫ് എങ്ങനെയായിരിക്കണം തീരുമാനിക്കുന്നത് അവരാണ്. അവിടുത്തെ ജനങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കുന്നവരാണ്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കുന്നവരാണ്. ഈവൻ പോലീസ് എങ്ങനെ ലോ ആൻഡ് ഓർഡർ പെർഫോം ചെയ്യണം എന്ന് പോലും തീരുമാനിക്കുന്ന ലെവലിലേക്ക് ഈ ഓർഗനൈസേഷൻസ് വളർന്നിരിക്കുന്നു. അപ്പം അവരുടെ സ്വാധീനം മൂലം അവിടെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിക്കോ സിവിൽ സൊസൈറ്റിക്കോ ഒന്നും അവിടെ സമാധാനം കൊണ്ടുവരാനോ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ഇടപെടാനോ ഒന്നും കഴിയുന്നില്ല. ആ ഒരു നിസ്സഹായ അവസ്ഥയെക്കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ മണിപ്പൂരിൽ. ഇനി അതിനടുത്ത പേജ് ദ ഡൈനാമിക്സ് ഓഫ് ഹൗസ് ഹോൾഡ് കൺസംഷൻ എന്നുള്ള ന്യൂസ്. അത് ഞാൻ നിങ്ങളുടെ പലതവണ പറഞ്ഞതാണ്. ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ, HCES, ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ നടത്തുന്നവരാണ് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അപ്പം അതിന് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാം. അപ്പൊ അവര് അതിനെ കുറിച്ചുള്ളൊരു ആർട്ടിക്കിളാണ്. ഇനി ഈ പേജ് പൊതുവെ ഒന്നും കാണൂലല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പേജ് പൊളിറ്റിക്കൽ പേജാണ്. അതിനടുത്ത പേജ് പോകുമ്പോ
ഇന്ത്യൻ ട്രൂപ്സ് ഔട്ട്, മാൽദീവ് സിങ്സ് ഡിഫൻസ് പാക്ട് വിത്ത് ചൈന. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യൻ പട്ടാളത്തിനെ മാർച്ച് 10 വെച്ച് അവിടുന്ന് പൂർണ്ണമായിട്ടും വിത്ഡ്രോ ചെയ്തോളണമെന്ന് മാൽദീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ അന്ത്യശാസനം ഉണ്ടായിരുന്നു. ആ അന്ത്യശാസനം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയുടെ വലിപ്പം പോലും ഇല്ലാത്ത ആ ഒരു രാജ്യത്തിന്റെ അന്ത്യശാസനത്തിന് ഒരു വിലയില്ലാത്തതാണ്. പക്ഷേ സിൻസ് ഇറ്റ് ഈസ് എ സോവറിൻ നേഷൻ, വി കനോട്ട് വയലേറ്റ് ദെയർ ഓർഡേഴ്സ്, അല്ലേ? ദാറ്റ് ഈസ് എ സോവറിൻ നേഷൻ. അതൊരു പരമാധികാര രാജ്യമാണ്. അത് എത്ര ചെറുതായിക്കോട്ടെ, അവരുടെ പോപ്പുലേഷൻ ലെസ് ദാൻ 5 lakhs ആണ്. ഈവൻ ഇന്ത്യയിലെ നമ്മളെ ഞാൻ ഈ പറഞ്ഞ ട്രിവാൻഡ്രത്തെയോ അല്ലെങ്കിൽ കൊല്ലത്തെയോ ഒക്കെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിൽ അതിനേക്കാളും പോപ്പുലേഷൻ ഉണ്ട്. ശശി തരൂരോ അല്ലെങ്കിൽ എലക്ട് ചെയ്യപ്പെടുന്നത് അതിനേക്കാളും കൂടുതൽ ആൾക്കാരെ വോട്ട് നേടിയിട്ടാണ്. പക്ഷെ സ്റ്റിൽ ദാറ്റ് ഈസ് എ സോവറിൻ നേഷൻ. വി ഹാവ് ടു അക്സെപ്റ്റ് ദെയർ സോവറിനിറ്റി, വി ഹാവ് ടു റെസ്പെക്ട് ദെയർ സോവറിനിറ്റി. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്തു. അപ്പൊ തന്നെ അവന്മാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചൈനയുമായിട്ട് ഒരു ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൽദീവ്സ്, ഗവൺമെന്റ് ഓഫ് മാൽദീവ്സ് ഈസ് സൈനിങ് എ ഡിഫൻസ് എഗ്രിമെന്റ് വിത്ത് ചൈന. അപ്പം അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഒരു ന്യൂസ് കാണാം. പിന്നെ നമ്മൾ ഇവിടെ തന്നെ നമ്മളുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഇനി ഇലക്ഷന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കൂടിപ്പോയ ഇലക്ഷൻ നടക്കാൻ ഒരു 6 ആഴ്ച, നമ്മളെ വോട്ട് ചെയ്യാൻ മാക്സിമം പോയ 6 weeks. അതായത് ഇപ്പൊ മാർച്ച് 7 ആയി, ഏപ്രിൽ ഒരു പകുതി കഴിയുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ ഏപ്രിൽ അവസാനം. അപ്പൊ എങ്ങനെ പോയാലും ഒരു 6 to 7 weeks മാക്സിമം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ പത്രത്തിൽ വരാറുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറിന്റെ ഫോട്ടോയും അവിടെ കാണാം. അത് ഒരു വലിയ ന്യൂസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഗൂഗിളിന്റെ ന്യൂസ് കാണാം, മറ്റ് കുറച്ച് ന്യൂസുകൾ. അതൊന്നും നമുക്ക് വലിയ ആവശ്യമുള്ള ന്യൂസുകളല്ല ഇവിടെയുള്ള. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ വേൾഡ് പേജാണ്. വേൾഡ് പേജില് ഫിലിപ്പൈൻസ് ആൻഡ് ചൈനീസ് വെസൽസ്. ഇത് എപ്പോഴും ഉള്ളതാ. ഫിലിപ്പൈൻസ് ആൻഡ് ചൈനീസ് വെസൽസ് കൊളൈഡ് ഇൻ ഡിസ്പ്യൂട്ടഡ് സൗത്ത് ചൈന സീ. സൗത്ത് ചൈന സീയില് എല്ലാ രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ ഏറ്റവും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത് ഫിലിപ്പൈൻസുമായിട്ടാണ്. ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് ഫെർഡിനാൻഡോ മാർക്കോസ് ജൂനിയർ ആണ്. ഫെർഡിനാൻഡോ മാർക്കോസ് ജൂനിയർ. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ചൈനയായിട്ട് ഇത്രയും വലിയ പ്രശ്നമായത്. US വളരെ ക്ലോസ് അലൈ ആണ് ഫിലിപ്പൈൻസ്. അതുകൊണ്ട് US കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം കൂടെ ഉണ്ട് അവർക്ക്. അപ്പൊ അവിടെ വലിയ പ്രോബ്ലംസ് ആണ് ഇപ്പൊ ചൈനയും ഫിലിപ്പൈൻസും തമ്മിൽ. ആസിയാനിലെ ഒരു രാജ്യമാണ് ഫിലിപ്പൈൻസ്. ആസിയാന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസിയാൻ എന്ന് പറയുന്നത് എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് 10 member ഓർഗനൈസേഷൻ ആണ്. ആസിയാന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജക്കാർത്തയാണ്. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലായ ജക്കാർത്തയാണ്. അതൊക്കെയാണ് അവിടുത്തെ ന്യൂസ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഫെബ്രുവരി സർവീസ് സെക്ടർ ഗ്രോത്ത് സ്ലോസ് എന്നൊരു ന്യൂസ് കാണാം. ഫെബ്രുവരി സർവീസ് സെക്ടർ ഗ്രോത്ത് സ്ലോസ്. ഫെബ്രുവരിയില് നമുക്ക് ഇന്ത്യയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇത്രയും ആണ് ഇൻഡസ്ട്രിയൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. പിന്നെ കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ മാത്രം കോർ സെക്ടർ ഗ്രോത്ത് അത് കാൽക്കുലേറ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ മൊത്തം 8 ഇൻഡസ്ട്രീസ് ആണ്. കോർ സെക്ടർ ഇൻഡസ്ട്രീസ് മൊത്തം എത്രയാണ്? 8 ഇൻഡസ്ട്രീസ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, coal, crude oil, natural gas, fertilizers and refinery products. Steel, cement, electricity, coal, crude oil, natural gas, fertilizers and refinery products. അപ്പൊ IIP അത് കഴിഞ്ഞ് കോർ സെക്ടർ ഗ്രോത്ത്. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന PMI ആണ്, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇത് സർവീസ് സെക്ടറിനെയും കാൽക്കുലേറ്റ് ചെയ്യും, സർവീസ് സെക്ടറിനെയും കാൽക്കുലേറ്റ് ചെയ്യും, മാനുഫാക്ചറിംഗ് സെക്ടറിനെയും കാൽക്കുലേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. മാനുഫാക്ചറിംഗ് സെക്ടറിന്റെയും സർവീസ് സെക്ടറിന്റെയും കാൽക്കുലേറ്റ് ചെയ്യും പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് വെച്ച്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്തത് എല്ലാ മാസവും. പിന്നെ അവിടെ പറയാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിസ്താര എയർ ഇന്ത്യ മെർജറിനെ കുറിച്ച്. അത്
ചില കാരണങ്ങൾ കൊണ്ട് നടക്കാൻ ഇത്തിരി ലേറ്റ് ആവുന്നേ ഉള്ളൂ. ബാക്കി പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ സ്പോർട്സ് പേജ് ഞാൻ പറഞ്ഞില്ലേ, സ്പോർട്സ് പേജിൽ ഇപ്പൊ അങ്ങനെ വലുതായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇല്ല. അപ്പം അവിടെ നെക്സ്റ്റ് പേജിൽ പോവാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ നെക്സ്റ്റ് പേജിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നലത്തെ ഹിന്ദു. കുറച്ച് കാര്യങ്ങളെ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്നുള്ളതിന്റെ അപ്പുറം ഇതൊരു ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റിന്റെ ഒരു എക്സർസൈസ് ആയിട്ടും കൂടെ കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.